ഐ ഹാഡ് എ പേഷ്യൻറ്റ് 2 weeks ബാക്ക്. അപ്പോൾ അവർ 2 years ആയിട്ട് ഇതുപോലെ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു ബിഗിൻ വിത്ത് ഷീ ഡidn't ഹാവ് എനി പ്രോബ്ലംസ്. ജസ്റ്റ് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിക്കോട്ടെ, അത് ഇതുപോലെ തന്നെ മൈ ഫ്രണ്ട് സജസ്റ്റഡ്, അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ 2 years ആയിട്ട് ഈ ക്രീം യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ സ്കിൻ അങ്ങ് ഭയങ്കര തിന്നായി, ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് വിസിബിളായി, റെഡായി, ആൻഡ് ചെറിയ വെയിൽ കൊണ്ടാൽ പോലും മുഖം പുകച്ചിൽ വരാൻ തുടങ്ങി. ആൻഡ് നേരത്തെ ആക്നിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു, സിവിയർ ആയിട്ട് ആക്നി വരാൻ തുടങ്ങി, അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി. ആൻഡ് ദ മോസ്റ്റ് ഡിസ്ട്രെസ്സിങ് പാർട്ട് ഇസ് ഈ ഒരു വൈറ്റനിങ് ക്രീമിനോട് നമുക്കൊരു തരം അഡിക്ഷൻ വരും. ഇറ്റ്സ് ലൈക്ക് ഒരു ആൽക്കഹോൾ അഡിക്ഷൻ പോലെ. നമ്മൾ എപ്പോൾ ഇത് നിർത്താൻ നോക്കുന്നോ അപ്പോഴൊക്കെ ഒരു വിഡ്രോവൽ സിംറ്റംസ് വരും. ദ സ്കിൻ ബിക്കംസ് മോർ ഡാർക്ക്, പിന്നെ നമുക്ക് പുകച്ചിൽ, ചൊറിച്ചിൽ, അങ്ങനെ പല ഡിഫിക്കൽട്ടീസും വരും. അപ്പോൾ അത് മൊത്തത്തിലൊരു ക്രൈസിസിലോട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഫോർ എ വൈൽ വി ഹാവ് ബീൻ ആസ്കിങ് ഹർ ടു സ്റ്റോപ്പ് ഇറ്റ്, ബട്ട് ഇതന്നെ ഒരു ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദ പേഷ്യൻ്റ് ഓൾസോ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കേസസ് ശരിക്കും പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. മോർ ദാൻ 6 months to 1 year ഒക്കെ ട്രീറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും പഴയ അവസ്ഥയിലോട്ട് എത്താൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ ഡാമേജ് പെർമനൻറ്റും ആണ്. സോ യു ഷുഡ് ഓൾവേസ് തിങ്ക് വെദർ കുറച്ചൊരു ഫെയർനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും വലിയ റിസ്ക് എടുക്കണമെന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ദ സ്കിൻ ചേഞ്ചസ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിഡ്നീനൊക്കെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഹൗ കം ദാറ്റ് ഹാപ്പൻ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു പാർട്ട്. ഇപ്പൊ സ്കിൻ കെയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് കിഡ്നിക്ക് പ്രശ്നം വന്നോണ്ട് ന്യൂസ് ഒക്കെ വന്ന് നമ്മളെല്ലാരും അറിയുന്ന ഒരു കാര്യം. അതെങ്ങനെയാണ് ആ സംഭവിക്കുന്നത്? നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സിസ്റ്റമിക് ആയിട്ട് അബ്സോർബ് ആവും, ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ പ്രഗ്നന്റ് വുമൻ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ എഫക്ട് ദ ബേബി ആസ് വെൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലെ ഹെവി മെറ്റൽസ് ഒക്കെ ഇന്റേണലി അബ്സോർബ് ആയിട്ട് അത് കിഡ്നീനെ ബാധിച്ചിരിക്കുകയാണ്, ഒരു നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. സോ സംതിങ് ദാറ്റ് യു ആർ അപ്ലൈയിങ് ടു ബിക്കം ഫെയർ ക്യാൻ ആക്ച്വലി എഫക്ട് യുവർ ഇന്റേണൽ ഹെൽത്ത്.